വ്യവസായം തുടങ്ങാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം ഇത് തന്നെയാണ്. ഈ ഒരു സമയത്ത് തുടങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു സമയം പിന്നെ കിട്ടുമെന്നുള്ള ഒരു സംശയമാണ്. നമുക്ക് സപ്പോർട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റിയതും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മളെല്ലാവരും എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ്. പല്ല് മാറ്റി വയ്ക്കുന്ന നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും കാണുന്നതാണ്. പക്ഷെ അതിന്റെ മാനുഫാക്ചറർ എന്നുള്ള നിലയിലേക്ക് നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ഈ കമ്പനിയുടെ ഒരു തുടക്കം? ആക്ച്വലി ഡെൻകെയർ 1988 മൂവാറ്റുപുഴ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു 250 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി. 6ഓളം എംപ്ലോയീസിന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് നിൽക്കുന്നത് ഏകദേശം 4200ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് 7ഓളം കൺട്രീസിൽ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ മീൻസ് ഇൻക്ലൂഡിങ് കാശ്മീർ വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ നമ്മുടെ സർവീസ് നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വർക്കുകൾ, ആർട്ടിഫിഷ്യൽ ടീത്തുകൾ മാനുഫാക്ചർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഡ്രീം വെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് സ്നോറിങ്, കൂർക്കം വലി എന്ന് പറയുന്നത് നമ്മളെ നോർമലി. കാരണം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വരെ തകരാൻ കാരണമായേക്കാവുന്ന ഒരു പ്രശ്നമാണ്, ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഈ ഡ്രീം സ്നോറിങ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ. ആ ഒരു ഇഷ്യൂവിനെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു ഓസ്ട്രേലിയൻ പ്രൊഡക്റ്റാണ് ഡ്രീം വെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യാത്രകൾ നമ്മൾ വേൾഡിൽ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന, ഡെന്റിസ്റ്റിയിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ മിഷണറീസും ഓൺ ടൈമിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ അതിന് എൻ്റയർ വേൾഡിലേക്ക് അതിൻ്റെ സർവീസ് കൊടുക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബ്രീഫ്. ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോ സാർ പറഞ്ഞ പോലെ. ഇതുപോലെ ലോകം മുഴുവൻ എത്തി, ലോകത്തെ എല്ലാവർക്കും അതിന്റെ സേവനം എത്തുന്ന അവസ്ഥയിലെത്തി. കേരളത്തിലെ വ്യവസായ സാഹചര്യം അതിനെ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ CMD പറഞ്ഞതനുസരിച്ച് സാറ് ആ ഇനീഷ്യലി തുടങ്ങിയ സമയത്തൊക്കെ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിന്റെ അപ്രൂവൽസിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. കാരണം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സഹായം ഇല്ലാതെ ഒരിക്കലും മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാറിന്റെ വീട് തന്നെ കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യവസായം തുടങ്ങാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം ഇത് തന്നെയാണ് എന്നാണ് സാറ് പറയുന്നത്. ഈ ഒരു സമയത്ത് തുടങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു സമയം പിന്നെ കിട്ടുമെന്നുള്ള ഒരു സംശയമാണെന്നുള്ള ഇതിനകത്ത് പറഞ്ഞത്. അതുപോലെ നമുക്ക് സപ്പോർട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റിയതും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രൊഡക്ട്സുകൾ നമുക്ക് പബ്ലിക്കിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചു. അതിലേക്ക് എല്ലായിടത്തേക്കും, കാരണം ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ചെന്നാൽ മാത്രം കിട്ടുന്ന ചില അറിവുകൾ നമുക്ക് പബ്ലിക്സിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇവന്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഗ്ലോബൽ സമ്മിറ്റ് ഇത്രയും വിപുലമായി നടത്തി. ലോകോത്തരമായി പല ബ്രാൻഡുകൾ നമുക്ക് എക്സ്പോയിൽ തന്നെ കാണാം. അപ്പൊ അത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും? തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അടുത്ത് ഇവിടെ വരുന്ന പേഷ്യൻസ്, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഒരു കൃത്രിമ പല്ല് വെക്കാൻ പോകുന്ന പേഷ്യന്റിനെ സംബന്ധിച്ച് അവർ ഡെന്റൽ ക്ലിനിക്കിൽ ചെല്ലുന്നു, ആ ഡോക്ടർ അത് കൊടുക്കുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് പലരും ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ട്. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ന പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു അനുഭവം നമ്മുടെ പബ്ലിക്കിലേക്ക് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു പബ്ലിക് ഇന്ററാക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.